കറീബിയൻ കൺസോർട്ടിയം. നമുക്കിതിനകത്തൊന്ന് കണ്ടു നോക്കാം. ഇതിനകത്ത് ഇത് ഇൻസൈഡിൽ നമ്മൾ ഗ്രീൻ ഹൗസിനകത്ത് കൃഷി ചെയ്യുന്ന പ്ലാന്റുകളാണ് അല്ലേ. വാട്ടർ സിസ്റ്റം ഒക്കെ ഇങ്ങനെയാണ് ചുറ്റി വെച്ചിരിക്കുന്നത്. നമുക്കിതിനകത്തോടൊന്ന് കയറി നോക്കാം. ഇതല്ലേ ഏലക്കയല്ലേ? ഏലക്കയല്ലേ? ഏലത്തിൻ്റെ കൂടെ എല്ലാ വെറൈറ്റി പ്ലാന്റുകളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പൂൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേച്ചറിനെ ഇത് ചെയ്യണ സംഭവമാണ് കേട്ടോ. താമരയുണ്ടോ അവിടെ? കണ്ടോ താമരയുണ്ടോ അവിടെ? ഉണ്ടായാലോ ഉണ്ടോ? നമ്മുടെ നാട്ടിൽ എന്താ പറയണേ? എൻ്റെ പേരെന്താ പറയണേ? സാമ്പ്രാണിക്കുടി എന്താ പറയണേ? പേര് ലിഫ്റ്റ് ചെയ്ത് വരുന്ന സാധനം. അയ്യോ, നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ എന്താ നമ്മുടെ നാട്ടിലെ വള്ളത്തെ പോകുമ്പോഴേ ഒരു തടി കുളിച്ച് വരത്തില്ല. എൻ്റെ പേരെന്താണ് പറയണേ? അയച്ചോ. ഈ പ്ലാന്റ് ഉണ്ടാവും ജസ്റ്റ് ഒരു തടിക്കകത്താണ് അത് സെറ്റ് വരുന്നുണ്ട്. വേരുകൾ കൊണ്ട് മാത്രം എന്താ ഇത്രയും ഒരു ഹെവി ആയിട്ടുള്ളൊരു സാധനം ആ പലകയിലാണ് അത് സെറ്റ് വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളിവിടെ കൊണ്ടുവന്നത് ആ താമരയുടെ കാണിക്കുന്നത് കേട്ടോ. നാട്ടിൽ മാത്രമല്ല ഈ ചെടിയുടെ ഇപ്പം ഞാൻ കാണിച്ച ചെടിയുടെ ഉണ്ട്. ഇതൊരു ടൈഗർ ഓർക്കിഡാണ്. ടൈഗർ ഓർക്കിഡിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഇതേമാതിരി ഇരിക്കും. ആ ടൈഗർ ഓർക്കിഡാണ് ഇതിൻ്റെ ഫ്ലവർ ബ്ലൂം ചെയ്ത് കാണുമ്പോഴാണ് കാണാനായിട്ട് നല്ല തോന്നുന്നത്. ഈ വാട്ടർ പോണ്ടിലൊക്കെ പ്ലാന്റ് ഇറക്കി ചെയ്യേണ്ട നമുക്ക് വേറെ സ്പെഷ്യൽ സാധനം കാണും കേട്ടോ. വെറൈറ്റി താമര. ഇതൊക്കെ ഓർക്കിഡാണ്. ഹാങ് വർഷങ്ങളോളം പഴക്കമുള്ള ഓർക്കിഡാണ്. വെള്ളത്തിലല്ല നിൽക്കുന്ന കേട്ടോ. വെയിൽ മാത്രം ഇതുണ്ടാവും. ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ഓർക്കിഡാണ് അല്ലേ. ഈ ഓർക്കിഡ് കണ്ട ഈ ഫ്ലവേഴ്സിൻ്റെ നമുക്കിതിന് ചുവടൊന്നും വേണ്ട. ഇങ്ങനെ ഉണ്ടാവും വേരിങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ പോയി തന്നെ വേരിങ്ങനെ ഹാങ് ചെയ്തിട്ട് അതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. വാട്ടർ ലില്ലി ഉണ്ടാ. ഇതാണ് വെറൈറ്റി വാട്ടർ ലില്ലി. നമ്മുടെ നാട്ടിലെ ആമ്പലം. വാട്ടർ ലില്ലി ആമ്പലം. ഇതൊക്കെ ഇവിടെ ഇൻഡോറായിട്ടാണ് അവർ വളർത്തുന്നത്. ഇൻഡോറാണ്. പിന്നെ ഒരു സൈസ് ചെടിയാണ് ഈ വെള്ളത്തിലിങ്ങനെ നല്ല പൊക്കമില്ലേ. പക്ഷെ വെള്ളത്തിലാണത് കളിച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ചെവിട് ചള്ളക്കകത്താണ് ഉണ്ടാകുന്നത്. പിന്നെ ഈ ഓർക്കിഡിൻ്റെ സെക്ഷൻ കണ്ടാ. ഇതെല്ലാം ഈ ഓർക്കിഡിന് മണ്ണില്ല. കണ്ടോ നോക്ക. ഓർക്കിഡിന് മണ്ണില്ല.
നമ്മുടെ നാട്ടിലാണ് ഈ ഇതിൻ്റെ പേരൊക്കെ ഉണ്ടല്ലോ, ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. കണ്ടോ, ഇപ്പം കാണിച്ച ഈ പ്ലാന്റിൻ്റെ പേരാണ് ഈ സംഭവമാണ്. ഇതൊക്കെ നല്ല വർഷങ്ങൾ പഴക്കമുള്ള ഓർക്കിഡല്ല, വർഷങ്ങൾ പഴക്കമുള്ള. ഇത് പോണ്ടാണ്. ഇതിനകത്ത് വാട്ടർ ലില്ലിയും താമരയും അവർ ഇൻഡോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ താമര എന്താ, ഇത് മിക്കവാറും തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന സംഭവമാണ്. അല്ല, എങ്ങനെ ഈ തടി ഇതാണ്, ഇതാണ് വെള്ളത്തിൽ വളരുന്ന മരം. ഓക്കെ, എത്ര ഭംഗിയായിട്ടാണ് മരണിക്കണത്. ഒരു മുട്ടറ്റം വെള്ളമുള്ള ഒരു പോണ്ടിലാണ് ഈ മരം അവർക്ക് ചെയ്യുന്നത്. നമ്മുടെ മുട്ടിന് അത്ര ഉള്ള വെള്ളത്തിലാണ്, നമുക്ക് അടിവശം കാണാം. നമ്മുടെ മാങ്കോ ട്രീ ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് വരും. എല്ലാം പൂത്തിട്ടുണ്ട്, കായൊന്നും ആയില്ലെന്നേ ഉള്ളൂ. നിറയെ പൂക്കളുണ്ട്, നിറയെ പൂക്കളുണ്ട് മാറി. മാമ്പൂ കണ്ണി മാങ്ങ വരുന്നുണ്ട്. നോക്കി സൂക്ഷിച്ച് നിൽക്കാമെങ്കിൽ ചെറിയ മാങ്ങ കാണാനില്ല, നിറയെ മാങ്ങയുണ്ട്. ഇൻഡോറിലാണെന്ന് ഓർക്കണം. ഈ മാങ്കോ ട്രീയൊന്നും നമുക്ക് അമേരിക്കയിൽ പുറത്ത് വളർത്താൻ പറ്റില്ല, ഭയങ്കര 6 മാസം നല്ല തണുപ്പായതുകൊണ്ട്. അപ്പോൾ അവരത് ഇൻഡോറിലാണത് പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ, ഇവിടുത്തെ ഒരു ഫേമസ് ഗാർഡനകത്താണ് ഉണ്ടാകും മാങ്കോ ട്രീ. എന്തായാലും ഒരു 5-6 വർഷത്തിൻ്റെ പഴക്കം കാണും അല്ലേ? 5-6 വർഷത്തിൻ്റെ പഴക്കം കാണൂലേ? ഇനി കാപ്പി മരം കാണും. നിങ്ങളിങ്ങോട്ട് നോക്കുക, കോഫി ബീൻ. എന്താ, കോഫി ബീനിൻ്റെ മരമുണ്ട്. എത്ര വർഷം പഴക്കമുള്ള മരമാണെന്ന് അറിയില്ല, പക്ഷെ അതിൽ കാപ്പിയുണ്ട്. നിങ്ങൾക്ക് കാപ്പി കാണണമെങ്കിൽ നോക്കിയോളൂ. ഉണ്ടാ കാപ്പിക്കുരു, ഉണ്ടാ കാപ്പിക്കുരു. പിന്നെ ഉള്ളത് നമ്മുടെ നാട്ടിലെ കുരുമുളക്. എത്ര ഭംഗിയായിട്ടാണ് അവരുടെ ബ്ലാക്ക് പെപ്പർ, പിന്നെ ഇൻഡോർ പ്ലാന്റ് ആട്ടോ വെച്ചിരിക്കുന്നുണ്ട. നല്ല കൊടി, നല്ല നല്ല സ്ട്രോങ് ആയിട്ടൊരു മരത്തിലാണ് അത് കെട്ടിവിട്ടിരിക്കുന്നത്. കച്ചോലി. അപ്പം ഈ ഒരു സെക്ഷനിലെ മുഴുവനും ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇന്ത്യൻ പച്ചോലി ഉണ്ടാവും. അപ്പം നമുക്ക് മാങ്കയുണ്ട്, കോഫിയുണ്ട്, കുരുമുളകുണ്ട്, പിന്നെ നല്ല പന ഉണ്ട്. ഈ പൂവിന് ഭയങ്കര മണം കേട്ടോ, ഭയങ്കര സ്മെല്ലാണ് ആ ഫ്ലവേഴ്സ്. ആ കപ്പ, നിങ്ങൾ കപ്പ ഉണ്ടുണ്ടോ? അതെ, കപ്പയ്ക്ക് എത്ര സ്ട്രെങ്ത് പോരാ കേട്ടോ. ഇൻഡോർ കപ്പ ആയതുകൊണ്ട്, പക്ഷേ എത്ര സ്ട്രെങ്ത് പോരാ. ഇതെനിക്കൊന്ന് സ്പാനിഷ് കപ്പയായിരിക്കണം തോന്നുന്നു, അതിൻ്റെ ഇല ഉണ്ട്. അപ്പം കാടമൺ പ്ലാന്റും ഇവിടെയുണ്ട്, ഏലക്ക.
ഈ ഒരു സെക്ഷൻ മൊത്തം ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുള്ള എല്ലാ സ്പൈസി പ്ലാന്റുകളും ഉണ്ട്. അതുപോലെ ഓമയ്ക്ക, അതെ ഓമയ്ക്ക നിൽക്കുന്നുണ്ടോ? ഓമമരം കായില്ല, പക്ഷേ അതിൽ ഓമയുണ്ട്. ഇതെല്ലാം ഇൻഡോറാണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ ഹൗസ് മാതിരി സെറ്റ് ചെയ്തതിന് ശേഷമാണ് അവരതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാഴ എന്താ, അമേരിക്കയിലെ വാഴ ഉണ്ടോ? വാഴയുടെ ഇലയ്ക്ക് നല്ല നീളമുണ്ട് ഗൈസ്. എന്താ, ബനാന പ്ലാന്റ്. കൂടോട് എന്താണ് സംഭവം? ഇന്ത്യയിലും ഫിലിപ്പൈനിലും ഉള്ള ഓറഞ്ച് ഓളോലിക്ക ഉണ്ട് ഗൈസ്. ഇതാണ് ഓളോലിക്ക. നമ്മുടെ ഇന്ത്യയിലെ മിക്ക ട്രീയും അവരിവിടെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓളോലിക്ക ഉണ്ട്. വാഴ, അതേ വാഴ ഉണ്ടോ? എത്ര വാഴ ഉണ്ടെന്ന് നോക്കിയേ. ഇലയ്ക്കൊക്കെ നല്ല ഭയങ്കര നീളം ഉണ്ടോ? ഭയങ്കര നീളം. കുറച്ചതായിട്ടൊന്നും കണ്ടില്ല, പക്ഷേ വാഴ അടിപൊളി. ധാരാളം തൈയുണ്ട് കേട്ടോ, ധാരാളം തൈയുണ്ട്. പിന്നെ ചേമ്പ്, വെറൈറ്റി ചേമ്പുണ്ട് കേട്ടോ. ഈ ചെടി നമ്മുടെ നാട്ടിലുള്ളതാണല്ലേ. ഭംഗിയായിട്ട് അവർ ഈ ഒരു പ്രോപ്പർട്ടി അവർ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡോറിലും നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം എന്നുള്ളതാണ് എൻ്റെ സംഭവം. അപ്പോൾ ഒരു ഇതൊക്കെ ഓർക്കിഡാണ് കേട്ടോ, വർഷങ്ങൾ പഴക്കമുള്ള ഓർക്കിഡാണ്. മരങ്ങളുണ്ടല്ലോ, ഈ മരമൊക്കെ നല്ല പഴക്കമുള്ള മരമാണ്. ഇതെല്ലാം മാൻമെയ്ഡ് സംഭവമാണ് കേട്ടോ. അവരൊരു റെയിൻ ഫോറസ്റ്റ് അവർ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സെറ്റപ്പിലാണ് ഈ റെയിൻ ഫോറസ്റ്റ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളമൊക്കെ ഉണ്ടാകും, വാട്ടർഫോൾസിൻ്റെ ഒക്കെ ട്രിപ്പായിട്ട് വരുന്നത്. നമ്മളൊരു പാറമടയിൽ നിന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന വെള്ളങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയ പോണ്ടൊക്കെ അവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോണ്ടിലേക്കാണ് അവർ വെള്ളം വരുന്നത്. ഈ ഒരു സെക്ഷൻ അവർ റെയിൻ ഫോറസ്റ്റായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റെയിൻ ഫോറസ്റ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതിനകത്ത് തന്നെ നമ്മുടെ ഇന്ത്യൻ്റെ എല്ലാ സ്പൈസി പ്ലാന്റും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വോയിസ് അത്ര ലോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. അപ്പം നമുക്ക് ഈ സെക്ഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അങ്ങോട്ട് പോയില്ല നമ്മളല്ലേ. കള്ളിമുൾച്ചെടിയാണ്. കാറ്റിക്സ് പ്ലാന്റ്, ഇതിനകത്തെല്ലാം നല്ല ബ്യൂട്ടിഫുൾ കാറ്റിക്സ് ആണ് കേട്ടോ. അതല്ലേ, കള്ളിമുൾച്ചെടിയുടെ വെറൈറ്റി കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മുടെ ദുബായിലെയും മണലാരണ്യത്തിലൊക്കെ നിൽക്കുന്ന സംഭവമാണ്. നല്ല ഒരു 18 അടി പൊക്കം ഉണ്ട്. എല്ലാം പാറകളിൽ വളരുന്ന നല്ല മുള്ള പ്രധാരമുള്ള പ്ലാന്റ്. ഈ സെക്ഷനിൽ മുഴുവനും തന്നെ നമുക്ക് കാറ്റിക്സ് പ്ലാന്റുകളാണ്. അതായത് കള്ളിമുൾച്ചെടിയുടെ കളക്ഷനാണ് ഈ ഒരു സെക്ഷനിൽ അവർ സെറ്റ് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളി മുള്ളാണ്. കൊണ്ടു കഴിഞ്ഞാൽ സൂപ്പർ 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 മുള്ളാണ്.
ഈ ഒരു സെക്ഷനിൽ മുഴുവനും അവരത് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കള്ളിമുൾച്ചെടിയുടെ ഒരു വെറൈറ്റി, എല്ലാ കള്ളിമുൾച്ചെടിയും ഉണ്ട് ഇവിടെ. എന്താ നമ്മുടെ ഗൾഫ് ഈ മരുഭൂമിയിൽ കാണുന്ന കള്ളിമുൾച്ചെടികളുടെ സെക്ഷനാണ് ഇതൊക്കെ ഉള്ളത്. ഇതൊക്കെ പൂക്കും കേട്ടോ നല്ല ഭംഗിയായിട്ട്. അപ്പോൾ നമുക്ക് ഈ സെക്ഷനിലെ വീഡിയോസ് കണ്ടു നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇത് മെക്സിക്കൻ്റെ ഉണ്ടോ? സർവൈവർ 6. ഇതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ മേ ബി. No, no. No, just the retail stuff. Butterfly, they don't put no fine. Well, we can, but Being in here makes me really excited about going. ഇത് കാടൊന്നുമല്ല കേട്ടോ, ഇതൊരു ഇൻഡോർ സെക്ഷനാണ്. എന്താ സണ്ണിൽ നിന്നും ആവശ്യമുള്ള സംഭവം അതിന് കിട്ടും. അതുപോലെ തന്നെ മുകളിൽ വെള്ളം കൊടുക്കാനും ലൈറ്റ് സിസ്റ്റവും എല്ലാം തന്നെ നമുക്കിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാൻ വരെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാ ഗ്രീൻ ഹൗസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് വളർത്താൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് മി ദ വാല്യുബിൾ കമൻറ്റ്സ്. അതൊക്കെ ഇത്രയും വലിയ എങ്ങനെ കുറിച്ച് വരുന്നല്ലേ തെങ്ങ് പനയല്ലേ അത്? തെങ്ങല്ലല്ലോ, അത് പനയല്ലേ? അല്ല, ഒറിജിനലാ. റെയിൻ ഫോറസ്റ്റ് ആയിരുന്നു.
some chutney. I don't know. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് മി ദ വാല്യുബിൾ കമൻറ്റ്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഗൈസ്.